ആ അല്ലാതെ കണ്ടോളും. ഇല്ലില്ല, ജനങ്ങൾ കണ്ടോളും. ഒരു സിനിമ കാണാൻ എത്ര പേർ കാണുന്നുണ്ട് എന്നുള്ളതിന് അറിയുന്നത് എപ്പോഴാണ്? അത് പ്രചാരത്തിലെത്തുമ്പോഴല്ലേ, തിയേറ്ററുകളിൽ എത്തുമ്പോഴല്ലേ. കേരള സ്റ്റോറി ഇതിനു മുമ്പും വന്നതാണല്ലോ, ഇത് രണ്ടാം ഭാഗമല്ലേ. ആ കേരള സ്റ്റോറി ഒന്നാം ഭാഗം ഞാൻ കണ്ടതാണ്. അല്ല, അത് സംബന്ധിച്ച ഒത്തിരി വിവാദങ്ങളുണ്ടായി, കോടതി സ്റ്റേ ചെയ്തു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതൊക്കെ മാറിക്കോളും. നമുക്ക് ആ എത്ര പേര് കാണുന്നുണ്ടെന്നുള്ളതല്ലോ, ആ സിനിമയിൽ എന്താണ് കുഴപ്പമെന്നുള്ളതാണ്, എന്ത് ദൂഷ്യമാണ്, എന്ത് ഉപദ്രവമാണ്, ആർക്കാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതല്ലേ പ്രശ്നം. ഒരു പ്രശ്നവുമില്ല. ഞാൻ ആദ്യ ഭാഗം കണ്ടതാണ്, ഒരു അവമാനവും ഇല്ല. അതല്ല, കേരള സ്റ്റോറി ബിയോണ്ടാണ്, ഗോസ് ബിയോണ്ട് എന്നായിരിക്കുന്നു. എന്താ മതേതരത്തെ എന്താ ബാധിക്കാനുള്ളത്? ഇത് മതേതരത്തിന് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ഇവിടുത്തെ ലവ് ജിഹാദായിരുന്നാലും നിർബന്ധിത മതപരിവർത്തനമാണെങ്കിലും നടക്കുന്നത് ഇവിടെ മതേതരത്തിന് വിരുദ്ധമാണ്, മതേതര സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണ്. അതുണ്ടാകാൻ പാടില്ല. ഇവിടെ എല്ലാ മതവിഭാഗങ്ങളും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും ഐക്യത്തോടും കൂടി ജീവിക്കണം. ഒരു മതവിഭാഗം മറ്റൊരു മതവിഭാഗത്തോട് യാതൊരു വിധത്തിലുള്ള വിദ്വേഷവും വെച്ചു കൊടുത്താൻ പാടില്ല. വിവാഹങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് സമാധാനപരമായ സർവ്വസമ്മതമായിട്ടുള്ള കുടുംബത്തിൽ അന്തഛിദ്രം ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്കല്ല പോകേണ്ടത്. ഉണ്ട്. ഇല്ല, ഒരു കുഴപ്പമില്ലല്ലോ. ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്കുള്ളവർക്കും ഭയാശങ്കകളുണ്ട്. ക്രൈസ്തവരുടെയിലും ഭയാശങ്കകളുണ്ടല്ലോ ഇതേക്കുറിച്ച്. ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒരു ബിഷപ്പ് തന്നെ വളരെ പരസ്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമില്ലേ, ഇതുണ്ടാകുന്നു, ഞങ്ങൾക്ക് ഭയാശങ്കകളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതിന് ഇരയായിട്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവരൊക്കെ രംഗത്ത് വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. കണക്കാക്കേണ്ട ഒരു കാര്യമില്ല. ജനങ്ങൾ സ്വീകരിച്ചുകൊള്ളും. ഇവിടുത്തെ ഇതിൻ്റെ അകത്തെ ഉള്ളടക്കത്തെക്കുറിച്ചായിരുന്നു ഇത്രയും നാളത്തെ ചർച്ച. ഇപ്പോൾ പറയുന്ന ആളുകൾ കയറുന്നില്ലെന്ന്. കയറുകയോ കയറാതിരിക്കുമോ എന്നുള്ളതല്ല, ഉള്ളടക്കം എന്താണ്. ആ സിനിമ ആളുകൾ കാണുകയോ കാണാതിരിക്കുകയോ എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. അത് അവർ തീരുമാനിക്കട്ടെ. പക്ഷേ ഞാൻ തീർച്ചയായിട്ടും കാണും, പിന്നെ തീർച്ചയായിട്ടും കാണും. ഞാൻ ഒന്നാം ഭാഗം കണ്ടതാണ്. ഈ ഭാഗം അങ്ങനെയൊന്നുമില്ല. എല്ലാ ഈ സർവ്വ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, കാണാനും കാണാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നം എനിക്ക് അതിൽ ചൂണ്ടിക്കാണിക്കാനില്ല. കാരണം എത്രയോ ആളുകൾ ഇതിന് ഇരയായിരിക്കുന്ന എത്രയോ ആളുകളുടെ കഥകൾ പുറത്തു വന്നിട്ടുണ്ട്, പുസ്തക രൂപത്തിൽ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അതൊന്നും നിരോധിച്ചിട്ടില്ലല്ലോ. അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പുസ്തകമായിട്ട് പുറത്തു വന്നിട്ട് എത്രയോ നാളുകളായി. അതാരും ഇന്നേവരെ നിരോധിച്ചിട്ടില്ല, നിരോധിക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ നടക്കുന്ന കാര്യങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് കേരള സ്റ്റോറി എന്നുള്ളത്? കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട് എന്നായിരിക്കുന്നത്. കേരളത്തിൽ ഒന്നാം ഭാഗം കേരളത്തിലെ സംഭവങ്ങളായിരുന്നു വിശദീകരിച്ചിരുന്നു. ഇത് മറ്റുള്ള സംസ്ഥാനങ്ങളിലും ആയിരിക്കും എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നു. ബീഫ് കഴിപ്പിക്കുന്ന രംഗമൊക്കെ കേരളത്തിൽ എവിടെയും കാണാൻ സാധിക്കും.